കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 2, 22 മുതലുള്ള തിരുവചന ഭാഗം. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരെയൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധനെന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോഡി ചങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണം എന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ജെറൂസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതീയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഫനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറൂസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ നഗരമായ ഗലീലിയിലെ നസ്രത്തിലേക്ക് മടങ്ങി. ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മോശയുടെ നിയമപ്രകാരമുള്ള ഒരു കാര്യത്തിന് മുമ്പോട്ട് വന്ന തിരുക്കുടുംബത്തെ നമുക്ക് കാണാൻ പറ്റും. എല്ലാ കടിഞ്ഞൂൽ പുത്രന്മാരും ദൈവത്തിന് വിശുദ്ധരായിരിക്കണം. അതിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം തുടങ്ങി 12-ാം അധ്യായം വരെ വായിക്കുമ്പോൾ 10 അത്യത്ഭുതകരമായ കാര്യങ്ങൾ മോശ വഴി ദൈവം പ്രവർത്തിച്ചത് അവിടെ കാണാൻ പറ്റും. ഫറവോ ഓരോ പ്രാവശ്യം ഇസ്രായേൽ ജനത്തെ ഞെരുക്കിയപ്പോൾ അവിടെ ഫറവോയുടെ മുമ്പിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ. ഒരത്ഭുതം കണ്ടപ്പം നിങ്ങളെ വിട്ടേക്കാം, എൻ്റെ മനസ്സ് മാറ്റുവാണ്, അങ്ങനെയൊക്കെ ഫറവോ പറഞ്ഞു. പക്ഷെ അവൻ കഠിനചിത്തനായിട്ട് അവൻ്റെ ഹൃദയം കഠിനമായി. അതുകൊണ്ട് അവൻ പറഞ്ഞ പോലെയൊന്നും ചെയ്തില്ല. ഇത് ചിലർക്കിങ്ങനെയാണ്, വാക്കിലുണ്ട്, പ്രവൃത്തിയിലില്ല. അവസാനം 10-ാമത്തെ ആ ഒരു അത്ഭുതം അത് ശരിക്കും നാടിനെ ഞടുക്കി. കാരണം എല്ലാ ആദ്യജാതന്മാരും, മനുഷ്യരുടെ മാത്രമല്ല മൃഗങ്ങളുടെയും, ഒരൊറ്റ രാത്രി വധിക്കപ്പെട്ടു. സംഹാരദൂതൻ അവയെ വധിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കാണുന്നു, ഈജിപ്തുകാരെ തൊട്ടില്ല. പിന്നെ കാരണം നമുക്കറിയാമല്ലോ, അവരാ രക്തം അവരുടെ കട്ടില പടിയിന്മേൽ പുരട്ടി സംഹാരദൂതൻ അവരെ തൊടാതിരിക്കാനുള്ള സംരക്ഷണം കൊടുത്തു.
അത് ആ സംരക്ഷണം ദൈവം അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉടനീളം നൽകുന്നത് കാണാൻ പറ്റും. ഇസ്രായേൽക്കാരുടെ അവർ വസിച്ചിരുന്ന സ്ഥലത്ത് മാത്രം കൺമഴ പെയ്തില്ല, പ്രകാശം ഉണ്ടായിരുന്നു. പക്ഷേ ഈജിപ്തുകാർക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല. എന്തിനാ ദൈവം നമുക്ക് ഈ വിശുദ്ധ കുർബാനയും മറ്റു കൂദാശകളൊക്കെ വെച്ചിരിക്കുന്നത്? നമുക്ക് ദൈവിക സംരക്ഷണം കിട്ടാൻ വേണ്ടി. അന്ന് മൃഗത്തിൻ്റെ രക്തം കൊണ്ട് ഇത്രയും സംഭവിച്ചെങ്കിൽ ഇന്ന് നമ്മുടെ യഥാർത്ഥ കുഞ്ഞാടായ യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്താൽ ഈ സംരക്ഷണം നമുക്ക് കിട്ടാതിരിക്കുമോ? ഇതൊന്നും ചെയ്യാതെ കണ്ട് മരണഭയത്തിൽ കഴിയുന്നവരെ കാണാൻ പറ്റും. ഭ്രാന്ത് പിടിച്ചതുപോലെ ഓടി നടക്കുന്നവരെ കാണാൻ പറ്റും. സ്വസ്ഥതയില്ലാത്തവരെ കാണാൻ പറ്റും. സമാധാനമില്ലാതെ ജീവിക്കുന്നവരെ കാണാൻ പറ്റും. എന്താ കാരണം? ഇതിനെല്ലാം വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നാം എടുത്ത് ഉപയോഗിക്കാതിരിക്കുന്നത്. ഈ ദേവാലയ സമർപ്പണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മൾ ഇന്നത്തെ ആദ്യ വായനയുടെ വെളിച്ചത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു വിശുദ്ധീകരണം പ്രാപിക്കേണ്ടവരാണ് ദൈവമക്കൾ. കാരണം നമുക്കറിയാമല്ലോ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അനുകരിക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനെ അനുകരിക്കേണ്ടവരാണ് ക്രിസ്ത്യാനികൾ. ക്രിസ്തുവിലേക്കുള്ളൊരു ചൂണ്ട് പലകയായി മാറേണ്ടവരാണ് ക്രിസ്ത്യാനികൾ. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനിയാകാൻ ഒരു കൊന്ത കഴുത്തലിട്ടാൽ പോരാ, ബന്ധിങ്ങം ധരിച്ചാലും പോരാ, കുറേ പാഠങ്ങളും പ്രാർത്ഥന പുസ്തകങ്ങളും ഉപയോഗിച്ചാലും പോരാ. നമ്മൾ എന്തായി തീരണം എന്നുള്ളത് വചനം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, റോമാലേഖനം 8:9 വായിച്ചാൽ ക്രിസ്തുവിൻ്റെ അതേ ആത്മാവ് ഉള്ളിലുള്ളവനാണ് ക്രിസ്ത്യാനി. പറയുന്നുണ്ട്, ഈ ആത്മാവ്, ഈ അഭിഷേകം അത് പ്രാപിച്ച് ആ അഭിഷേകത്തിനൊത്ത് ജീവിതം നയിക്കുന്നവരാണ് നമ്മോട് തന്നെ ചോദിക്കണം. രണ്ടാമതൊരു കാര്യമുണ്ട്, ക്രിസ്തുവിൻ്റെ അതേ മനോഭാവം നമ്മൾ ഉൾക്കൊള്ളണം. എന്തായിരുന്നു ക്രിസ്തുവിൻ്റെ മനോഭാവം? ഫിലിപ്പിയർ 2-ാം അധ്യായം 5-ാമത്തെ വചനം പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് നന്മ വരട്ടെ, എനിക്ക് മുമ്പ് മറ്റുള്ളവർക്ക് നന്മ വരട്ടെ. അങ്ങനെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതുന്ന മനോഭാവം, ഇതാണ് യേശുവിനുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ മനോഭാവം. അതോ എൻ്റെ കാര്യം കഴിയട്ടെ, എന്നിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പരിഗണിക്കാം. അത് സ്വാർത്ഥമതികളുടെ, കടുത്ത സ്വാർത്ഥതയിൽ ജീവിക്കുന്നവരുടെ ഒരു ചിന്താഗതിയാണ്. ക്രിസ്ത്യാനിക്ക് യോജിച്ചതല്ല. മൂന്നാമതൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും, ക്രിസ്തുവിൻ്റെ അതേ വ്യക്തിത്വം. അങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കുകയാണെങ്കിൽ നമുക്കൊക്കെ എന്ത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നറിയോ? യേശു ചില വ്യക്തികളെ കണ്ടപ്പോൾ അവരോട് ആകപ്പാടെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ അനുഗമിക്കുക, ഫോളോ മീ. അവരെല്ലാം വിട്ട് അനുഗമിക്കുന്നത് കാണാൻ പറ്റും. അതേ നെഞ്ചുവിരിവുള്ളതുകൊണ്ടോ മുഖകാന്തി ഉള്ളതുകൊണ്ടോ സംഭവിക്കാവുന്നൊരു കാര്യമല്ല. യേശുവിൻ്റെ അതേ വ്യക്തിത്വം നമുക്കുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിലാണേലും നമുക്ക് ശക്തരാകാൻ പറ്റും, പവർഫുള്ളായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. എങ്ങനെയാണ് യേശുവിന് ഈ വ്യക്തിത്വം ഉണ്ടായത്? ലൂക്കാ 3 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളൊന്ന് വായിച്ചാൽ മതി. എത്ര സ്ഥലങ്ങളിലാണ് അവൻ പ്രാർത്ഥിച്ചു, നീണ്ട മണിക്കൂർ പ്രാർത്ഥിച്ചു, അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, രാത്രികാലം മുഴുവൻ പ്രാർത്ഥിച്ചു. ഇതെല്ലാം കാണാൻ പറ്റും. അങ്ങനെ പ്രാർത്ഥിച്ച് ഉണ്ടായതാണ് യേശുവിന് ഇത്രയും ആകർഷണീയമായ ശക്തമായ ഒരു വ്യക്തിത്വം. നമുക്ക് ആകപ്പാടെയുള്ള പ്രാർത്ഥന എന്തുവരെ ഉണ്ടെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ടൊന്നും ഇങ്ങനത്തെ ഒരു വ്യക്തിത്വം നമുക്ക് ഉണ്ടാകണമെന്നില്ല. ഇതെല്ലാം നമ്മളെ വിളിക്കുന്നത്, ഇന്നത്തെ ആദ്യ വായന സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. ഈ വിശുദ്ധീകരണം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നിരന്തരം നടക്കേണ്ട ഒരു കാര്യമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്ക 4-ാം അധ്യായം 3 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. മറ്റു കാര്യങ്ങളെക്കാളൊക്കെ നമ്മൾ വേറെ പല കാര്യങ്ങളിലും ശ്രദ്ധ വയ്ക്കാറുണ്ട്, പലതിനും വേണ്ടി ഓടി നടക്കാറുണ്ട്. പക്ഷേ ഈ കാര്യം മറന്നു പോകുന്നുണ്ടോ? നിങ്ങളുടെ വിശുദ്ധീകരണം ദൈവം അഭിലഷിക്കുന്നു. പറയുന്നുണ്ട്, ഈ ഒരു വിശുദ്ധീകരണം നിരന്തരം നമ്മുടെ ജീവിതത്തിൽ നടക്കണം. വചനം കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ ഈ വിശുദ്ധീകരണം നടന്നോളും. യോഹന്നാന്റെ സുവിശേഷം 15:3 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ ഒരു കാര്യമാണ്. നിങ്ങൾ കേട്ട വചനങ്ങളാൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു.
അപ്പം അതുകൊണ്ട് വചനം കേട്ടും വചനം വായിച്ചും ഒക്കെ ഈ വിശുദ്ധീകരണം പ്രാപിക്കണം. കുമ്പസാരം എന്ന കൂദാശ വിശുദ്ധീകരിക്കുന്ന കൂദാശയാണ്. പരിശുദ്ധാത്മാ അഭിഷേകം നമ്മളെ വിശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്. ഇതിൻ്റെയൊക്കെ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം നമ്മൾ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് നിങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കാവോ, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം ഞാൻ പ്രവർത്തിക്കാം. അപ്പം അറിവുണ്ട്, ദൈവം മരിച്ചു പോയിട്ടൊന്നുമല്ല, ദൈവം അശക്തനായതുകൊണ്ടൊന്നുമല്ല. എന്തുകൊണ്ടാണ് അത്ഭുതം നടക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ കാര്യം നടക്കാത്തത്? യെശയ്യാ 59 വായിച്ചാലും ആദ്യ വചനങ്ങൾ പറയുന്നുണ്ട്, നിന്റെ പാപം നിന്നെ എന്നിൽ നിന്ന് അകറ്റി. അതുകൊണ്ടാണ് എനിക്ക് നിന്റെ പ്രാർത്ഥന കേൾക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് നിന്റെ ഇടയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സമൂഹത്തിൽ എനിക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റാതെ പോകുന്നത്. പറയുണ്ട്, നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചാൽ ദൈവം ഇറങ്ങി വരും, ദൈവം ഇറങ്ങി പ്രവർത്തിക്കും. അതിനുള്ള വലിയൊരു തെളിവാണ് പുറപ്പാട് 19-ാം അധ്യായം 10 മുതൽ വായിച്ചാൽ മതി. മോശയ്ക്ക് ദൈവം കൊടുത്ത ഒരു നിർദ്ദേശമാണ്, ഇസ്രായേൽക്കാരെ നീ ശുദ്ധീകരിക്കുക, അവരോട് ശുദ്ധീകരിക്കപ്പെടാനായിട്ട് നിർദ്ദേശിക്കുക. 2 ദിവസം അവർ അലക്കും കുളിയും ശുദ്ധീകരണ കാര്യങ്ങൾ ഒക്കെ നടത്തി. 3-ാം ദിവസം സീനായ് അവർ മലയിൽ ഒരുമിച്ച് കൂടി. ഇനി അവിടെ ദൈവം ഇറങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. എന്താ അവിടെ സംഭവിച്ചത്? മല കുലുങ്ങി, മല മുഴുവൻ മേഘാമൃതമായി. അങ്ങനെ ദൈവ സാന്നിധ്യം അവിടെ വെളിപ്പെടുത്തി. ഇതുപോലെയൊക്കെ ദൈവം ഇറങ്ങി വരുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. നടക്കണമെങ്കിൽ ഈ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതൊരു കാര്യം, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു കാത്തിരിപ്പായിരിക്കണം. നമുക്കിഷ്ടമുള്ള ആരുടെയെങ്കിലും വരവ് അത് കാത്തിരിക്കുന്നതിനേക്കാൾ ദൈവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ദൈവം ഇടപെടാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ്, ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ്. സങ്കീർത്തനം 123 2-ാമത്തെ വചനമെടുത്താൽ സങ്കീർത്തനം പറയാണ്, കർത്താവിൻ്റെ കരുണ ലഭിക്കുവോളം ആ കർത്താവിനെ ഞാൻ നോക്കി കാത്തിരുന്ന് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ കരുണ ലഭിക്കുവോളം, അതിന് ഇത്ര മണിക്കൂറെന്നോ ദിവസമൊന്നുമല്ല, കർത്താവിൻ്റെ കരുണ ലഭിക്കുവോളം ഈ കാത്തിരിപ്പിന് അതിൻ്റേതായിട്ടുള്ള ഒരു സുഖം നമ്മൾ അനുഭവിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാനിരുന്ന ബലിയെ തുടങ്ങിയാൽ എത്രയും നേരത്തെ ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നേ ഉള്ളൂ. എത്രയും നേരത്തെ ഈ പ്രാർത്ഥന ഒന്ന് തീർന്നു കിട്ടിയാൽ മതി. ചിലരെ കാണാൻ സാധിക്കും, പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴേ അവർ ചോദിക്കും, ഇന്നെങ്ങനെയാ, ഷോർട്ട് പ്രെയർ ആണോ അതോ ലോങ് പ്രെയർ ആണോ? ലോങ് പ്രെയർ ആണെങ്കിൽ ഞാനില്ല. അതാണ്, നമുക്ക് എത്ര പേർക്ക് കാത്തിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ദീർഘക്ഷമയുണ്ട്? അങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച വ്യക്തികളെ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുകയാണ്. ശിമയോൻ, അവനിതെല്ലാം ചെയ്യാൻ പറ്റിയതിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. അവൻ ആഗ്രഹിച്ചത് പരിശുദ്ധാത്മാവിലുള്ളൊരു ജീവിതം, അല്ലാതെ ജഡത്തിലുള്ള സുഖവും സന്തോഷവും അങ്ങനെയുള്ള കാര്യങ്ങളല്ല, പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. അതുകൊണ്ട് തന്നെയാണ് ആ കാത്തിരിപ്പ് അവന് സുഖമായത്. അന്നായെക്കുറിച്ച് നമ്മൾ കേട്ടു, എത്ര വർഷ ദേവാലയം വിടാതെ ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് അവിടെ കാത്തിരുന്നത്. ഇനി അതിൻ്റെ ഫലമായിട്ട് രക്ഷകനെ കാണാൻ പറ്റി, രക്ഷകനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി, അവൻ്റെ കാര്യം മറ്റുള്ളവരെ അറിയിക്കാൻ അവൾക്ക് സാധിച്ചത് ഇന്ന് വായിച്ചു കേട്ട ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് ക്രിസ്ത്യാനികളെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട 3-ാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരിയായ തിരഞ്ഞെടുപ്പും സമർപ്പണബോധവും. നമുക്ക് നമ്മുടെ മുമ്പിൽ പലതുമുണ്ട്, നമുക്ക് ഏത് വേണേലും തിരഞ്ഞെടുക്കാം. റോമ 8:4 പറയുന്നുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ജഡികരായി ജീവിക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ആത്മീയരായി ജീവിക്കാം. 13-ാമത്തെ വചനം ഈ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയാൽ ഉണ്ടാകാവുന്ന കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ജഡികരായി ജീവിച്ചാൽ തീർച്ചയായും മരിക്കും. ജഡിക പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നവർ ജീവിക്കും. അതാണ് എൻ്റെ റിസൾട്ട്. അപ്പം അറിവുണ്ട്, നമ്മളെന്ത് തിരഞ്ഞെടുക്കുന്നോ അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിയമാവർത്തനം 30:15 വായിച്ചാൽ, നിന്റെ മുമ്പിൽ രക്ഷയും ശിക്ഷയുമുണ്ട്, നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ജീവനും മരണവും നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയാൽ നമ്മൾ തന്നെ അതിൻ്റെ പരിണത ഫലം അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ മുമ്പിൽ ദൈവരാജ്യമുണ്ട്, സാത്താൻ്റെ രാജ്യമുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ ഭരണത്തിലായിരിക്കാം, സാത്താൻ്റെ ഭരണത്തിലായിരിക്കാം. ഏതിനാണ് നമ്മുടെ ജീവിതം വിട്ടുകൊടുത്തിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. തിരുത്താൻ നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നമുക്ക് സാധ്യമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ സമർപ്പണ ജീവിതത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു സുഖമുണ്ട്. ഈ സമർപ്പണ ജീവിതക്കാർ അവരേറ്റെടുത്തിരിക്കുന്ന ഒരു വ്രതമാണ് അനുസരണം. ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ചിലർക്ക് അനുസരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അനുസരിച്ച് ജീവിക്കുമ്പോൾ എന്തോ ഒരു സ്വാതന്ത്ര്യക്കുറവ് പോലെയാണ്. പക്ഷെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്കുണ്ടാകുന്നത് ശരിക്കും നമ്മൾ അനുസരിക്കാൻ തയ്യാറാകുമ്പോഴാണ്. ദൈവത്തെ അനുസരിക്കുന്നത്, കർത്താവിൻ്റെ നാമത്തിൽ മറ്റുള്ളവരെ അധികാരികളെ അനുസരിക്കുന്നത്, അവിടെ അതിൻ്റേതായിട്ടുള്ള ഒരു ആത്മീയ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആത്മീയ സമ്പത്ത് നമുക്ക് കൈവരിക്കാൻ സാധിക്കും. വ്രതങ്ങൾ, 3 വ്രതങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വ്രതം അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സന്തോഷപൂർവ്വം ചെയ്യുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാവും. ദാരിദ്ര്യം നമുക്കറിയാം. 2 കൊറിന്തോസ് 8:9 വായിച്ചാൽ, സകലത്തിൻ്റെയും ഉടയവനായ കർത്താവ് ദരിദ്രനായി, നമ്മെ പ്രതി ദരിദ്രനായി, നമ്മെ സമ്പന്നരാക്കാൻ വേണ്ടി. എന്നൊക്കെ അവിടെ അയ്യോ എനിക്കൊന്നുമില്ലേ, ഞാനിങ്ങനെ പട്ടിണിപ്പാവാണ് എന്നും പറഞ്ഞ് നടക്കുന്ന ഒരു യേശുവിനെ നമ്മളവിടെ കാണുന്നില്ല. അവൻ സമ്പന്നനായിരുന്നു. അവൻ ദരിദ്രനാകാൻ തീരുമാനിച്ചപ്പോഴും യഥാർത്ഥ സമ്പത്ത് അവന് കൈവരിക്കാൻ സാധിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ദൈവിക ദർശനം അതാണ് നമുക്കുണ്ടാകേണ്ടത്. ആത്മീയ ദർശനം അതാണ് നമുക്ക് വേണ്ടത്. അതൊക്കെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കർത്താവേ, ആ ഒരു ബോധ്യത്തിലേക്ക് ഞങ്ങളെയും നയിച്ച് യഥാർത്ഥ സമ്പന്നരാക്കി, യഥാർത്ഥ സ്വാതന്ത്ര്യം ഉള്ളവരാക്കി, യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമെന്ന് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.